നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു തികച്ചും ആധുനികമായ ഒരു സ്മാർട്ട് ഹോമാണ് നിങ്ങളുടെ വീട് എന്ന് വിചാരിക്കുക. എല്ലാം ഓട്ടോമാറ്റിക്കായ ഒരു വീടല്ലേ? അതെ. നിങ്ങൾ വാതിലിനടുത്ത് എത്തുമ്പോൾ തന്നെ സെൻസറുകൾ വഴി ലൈറ്റുകൾ തനിയെ പ്രകാശിക്കുന്നു. നിങ്ങളുടെ ശബ്ദം കേട്ട് AC ഓണാകുന്നു. ക്യാമറകളും പാസ്വേഡുകളുമൊക്കെയായി പുറത്തുനിന്നുള്ള ഒരാൾക്ക് കടക്കാൻ കഴിയാത്ത വിധം, അതായത് പൂർണ്ണമായും സുരക്ഷിതമായ ഒരു വീട്. എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഭദ്രമാണ്. ശരി, അപ്പോൾ നമ്മൾ പൂർണ്ണമായും സേഫാണ്. കറക്റ്റ്. പക്ഷേ ഒരു ദിവസം നിങ്ങൾ അബദ്ധത്തിൽ നിങ്ങളുടെ വീടിന്റെ ഒരു ജനൽ തുറന്നിടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ തുറന്ന ജനലിലൂടെ ആരെങ്കിലും ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. അതെ, ആ തുറന്ന ജനലിലൂടെ ആരെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞുകയറി ആ സ്മാർട്ട് ഹോമിനെ മുഴുവനായി ഹാക്ക് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു ഭയപ്പെടുത്തുന്ന അവസ്ഥ തന്നെയായിരിക്കും. നമ്മുടെ നിയന്ത്രണം പോകും. ശരിക്കും. ലൈറ്റുകൾ തളിയെ അണയുന്നു, വാതിലുകൾ ലോക്കാകുന്നു, നിങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതുപോലെ ഒന്നാണ്. നമ്മുടെ മനസ്സിനെ ആ സ്മാർട്ട് ഹോമിനോടൊന്ന് ഉപമിച്ചു നോക്കൂ. നമ്മുടെ വികാരങ്ങൾ എന്ന തുറന്ന ജനലുകളിലൂടെ അദൃശ്യമായ എന്തെങ്കിലും ശക്തികൾ അതിനെ ഹാക്ക് ചെയ്താൽ എന്താകും സംഭവിക്കുക? ഈയൊരു വിശദമായ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതെ, ഇന്ന് നമ്മൾ വളരെ നിഗൂഢവും എന്നാൽ കാലങ്ങളായി മനുഷ്യനെ ഭയപ്പെടുത്തുന്നതുമായ ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. കറക്റ്റ്. അതായത് ജിന്നുബാധ, ദുർമന്ത്രവാദം, പിന്നെ കണ്ണേറ് എന്നിവയെക്കുറിച്ചൊക്കെയുള്ള അനാവശ്യ ഭയങ്ങൾ നീക്കി വ്യക്തവും ശാസ്ത്രീയവും ആത്മീയവുമായ ഒരു അവബോധം നൽകുക എന്നതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ആളുകൾക്ക് എപ്പോഴും അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു തരം ഒരു പരിഭ്രാന്തിയാണ്. ശരിയാ. നമ്മൾ കാണാത്ത ഒന്നിനെ ഭയക്കുക എന്നതും മനുഷ്യ സഹജമാണല്ലോ. അതെ, എന്നാൽ കൃത്യമായ അറിവിലൂടെ ആ ഭയത്തെ നമുക്ക് ഇല്ലാതാക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമായി നമ്മൾ പ്രധാനമായും 3 സ്രോതസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ആത്മീയ ചികിത്സയിലും ഇസ്ലാമിക് സൈക്കോളജിയിലും വിദഗ്ധനായ ഹിഫ്സുൽ റഹ്മാൻ കൊട്ടങ്ങോടന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വിവരങ്ങൾ, പിന്നെ ലോകാരോഗ്യ സംഘടനയുടെ, അതായത് WHO-യുടെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് മാനദണ്ഡങ്ങൾ, കൂടാതെ റോയൽ കോളേജ് ഓഫ് മെഡിസിന്റെ ചില സുപ്രധാന ലേഖനങ്ങളും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ അദൃശ്യ ശക്തികളെയും ആധുനിക ശാസ്ത്രത്തെയും എങ്ങനെ കൂട്ടി വായിക്കും എന്ന്. അതെ, അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അമാനുഷികമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആധുനിക ശാസ്ത്രം ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ഈ സ്രോതസ്സുകളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകാരോഗ്യ സംഘടന തങ്ങളുടെ മെഡിക്കൽ കോഡിങ്ങിൽ ഇത്തരം അവസ്ഥകൾക്ക് ഒരു പ്രത്യേക ഇടം നൽകിയിട്ടുണ്ട് എന്നതാണ്. ശരിക്കും? അതെ. ICD-10, അതായത് ICD-10 കോഡ് F44.3 ട്രാൻസെൻഡ് പൊസിഷൻ ഡിസോർഡേഴ്സ് എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഹോ, അങ്ങനൊരു കോഡിംഗ് ഉണ്ടല്ലേ? ഉണ്ട്. പിന്നീട് 2022 ഏപ്രിലിൽ ഇത് മറ്റ് വിഘടനാത്മക വൈകല്യങ്ങളോടൊപ്പം ചേർത്ത് F44.89 ആയി പരിഷ്കരിക്കുകയും ചെയ്തു. ഇതൊരു വലിയ ചോദ്യമല്ലേ ഉയർത്തുന്നത്? അതായത് ശാസ്ത്രം ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണോ? അതെ. ആധുനിക വൈദ്യശാസ്ത്രം ശരിക്കും ബാധകൾക്കും പ്രേതങ്ങൾക്കും ഒരു മെഡിക്കൽ കോഡ് നൽകിയിട്ടുണ്ടോ? സയൻസ് ഇത്തരം നാടോടി കഥകളെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ഒരു മിനിറ്റ്, അവിടെ ശാസ്ത്രം പ്രേതങ്ങളെ അംഗീകരിക്കുന്നതെന്നല്ല അതിനർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണത്? സയൻസ് എപ്പോഴും ലക്ഷണങ്ങളെയാണ്, അതായത് സിംറ്റംസിനെയാണ് വിലയിരുത്തുന്നത്. അതായത് ഒരാളുടെ വ്യക്തിത്വത്തിലോ പെരുമാറ്റത്തിലോ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, സ്വന്തം ശരീരത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടൽ, ചുറ്റുപാടുകളിൽ നിന്നുള്ള വിച്ഛേദനം എന്നിവയെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യരിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു തോന്നലല്ല. അല്ല, ഇത് കേവലം ഒരു മിഥ്യ അല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് WHO ഇതിനെ വിഘടനാത്മകമായ അഥവാ ഡിസോസിയേറ്റീവ് ഡിസോർഡറുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോയൽ കോളേജ് ഓഫ് മെഡിസിന്റെ ജേർണലിലും ജിന്നുബാധയുമായി ബന്ധപ്പെട്ട ഈ ലക്ഷണങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നിമിഷം ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കൃത്യമായി എന്താണ്? അതായത് നമ്മുടെ മനസ്സ് ശരീരത്തിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നതാണോ? ഏതാണ്ട് അതുപോലെ തന്നെ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ എന്താണ് അവിടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? അതിനെ നമുക്കൊരു സർക്യൂട്ട് ബ്രേക്കറിനോട് ഉപമിക്കാം. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് വലിയ രീതിയിൽ വൈദ്യുതി പ്രവഹിച്ചാൽ കേടുപാടുകൾ ഒഴിവാക്കാൻ മെയിൻ സ്വിച്ച് തനിയെ ഓഫ് ആവില്ലേ?
അതെ, ട്രിപ്പാവും. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയാത്തത്ര മാനസിക സമ്മർദ്ദമോ ഭയമോ ആഘാതമോ ഉണ്ടാകുമ്പോൾ അവരുടെ തലച്ചോറ് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ബോധമനസ്സിനെ താൽക്കാലികമായി വിച്ഛേദിക്കുന്നു. അതായത് ഒരു മെന്റൽ ട്രിപ്പ് ആവുകയാണല്ലേ? അതെ, ആ സമയത്ത് അവർക്ക് ചുറ്റും നടക്കുന്നതെന്താണെന്നോ അവരെന്താണ് ചെയ്യുന്നതെന്നോ അവർക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല. ശാസ്ത്രം ഇതിനെ ഒരു മെഡിക്കൽ കണ്ടീഷനായി കാണുമ്പോൾ പാരമ്പര്യ വിശ്വാസങ്ങൾ ഇതിനെ ഒരു അദൃശ്യശക്തിയുടെ ഇടപെടലായി വ്യാഖ്യാനിക്കുന്നു. എന്നാൽ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ആ വ്യക്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത്. ഓക്കെ, അപ്പോൾ ആ ലക്ഷണങ്ങളെ ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്രോതസ്സുകളുടെ ആത്മീയവശം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണമെന്താണ്? നമ്മൾ ഈ ഹൊറർ സിനിമകളിൽ കാണുന്നതുപോലെ പെട്ടെന്നൊരു പ്രേതം വന്ന് ശരീരത്തിലേക്ക് കയറി നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പോലെയാണോ ഇത് സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാമല്ലോ, അല്ലേ? അതെ, ഹൊറർ സിനിമകൾ സൃഷ്ടിച്ചെടുത്ത ആ തെറ്റായ ഭാവനയാണ് ആദ്യം നമ്മൾ തലയിൽ നിന്നും മാറ്റേണ്ടത്. നമ്മുടെ സ്രോതസ്സുകൾ വളരെ വ്യക്തമായി ഇതിന്റെ പ്രവർത്തന രീതി വിശദീകരിക്കുന്നുണ്ട്. ഒരു അദൃശ്യ ശക്തിക്കും നിങ്ങളുടെ ശരീരത്തിലേക്ക് നേരിട്ട് അതിക്രമിച്ചു കയറാൻ കഴിയില്ല. പകരം നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും വികാരങ്ങൾക്കും നമ്മെ നിയന്ത്രിക്കാൻ അഥവാ പൊസസ് ചെയ്യാൻ കഴിയും. അതായത് ചിന്തകളാണ് നമ്മളെ പൊസസ് ചെയ്യുന്നത്. അതെ, യഥാർത്ഥത്തിൽ ഈ അദൃശ്യ ശക്തികൾ അഥവാ സ്പിരിറ്റുകൾ മനുഷ്യന്റെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നിയന്ത്രിക്കുന്നത് ഈ വികാരങ്ങളിലൂടെയാണ്. ഒരു മിനിറ്റ്, അതായത് അവർക്ക് നേരിട്ട് വന്ന് നമ്മെ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയില്ലേ? അവർക്ക് സ്വന്തമായിട്ട് ശക്തിയില്ലേ? അതാണ് ഇതിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. അവർക്ക് സ്വയം ഒരു ശക്തിയുമില്ല. ശരിക്കും? അതെ, നാം അവരെ ഭയക്കുന്നതിലൂടെയും അവയ്ക്ക് അപാരമായ ശക്തിയുണ്ടെന്ന് നാം വിശ്വസിക്കുന്നതിലൂടെയും നമ്മൾ തന്നെയാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഇന്ധനം നൽകുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റാണ്. ഇവിടെ പ്രശസ്തനായ ഡോക്ടർ ഡഗ്ലസ് കെല്ലിയുടെ ഒരു ഉദ്ധരണി നമ്മുടെ സ്രോതസ്സുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണെങ്കിൽ മറ്റാർക്കും, അത് മനുഷ്യനായാലും അദൃശ്യശക്തിയായാലും, നിങ്ങളെ നിയന്ത്രിക്കാനാകില്ല എന്നാണ്. വാവ്, അതൊരു ശക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സ്മാർട്ട് ഹോം ഉപമയുടെ മറ്റൊരു വകഭേദമാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയാണത്? ഒരു കമ്പ്യൂട്ടർ വൈറസ് പോലെ, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ഇമെയിൽ പോലെ. കറക്റ്റ്. ഒരു ഹാക്കർക്ക് പുറത്തുനിന്ന് നിങ്ങളുടെ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ നേരിട്ട് വൈറസിനെ കയറ്റാൻ കഴിയില്ലല്ലോ. അതിന് അവർ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും. നമ്മളെക്കൊണ്ടത് ക്ലിക്ക് ചെയ്യിപ്പിക്കും. അതെ, നമ്മൾ സ്വയം ആ ഭയം എന്ന ഫയൽ അല്ലെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഈ വൈറസുകൾക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടക്കാൻ കഴിയൂ. വളരെ ശരിയായൊരു ഉദാഹരണമാണ്. നമ്മൾ ആ ലിങ്കിൽ തൊടാത്തിടത്തോളം കാലം എത്ര വലിയ ഹാക്കർ വിചാരിച്ചാലും നമ്മൾ പൂർണ്ണമായും സുരക്ഷിതരാണ്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണിവിടെയും സംഭവിക്കുന്നത്. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും വാതിൽ നിങ്ങൾ തന്നെ തുറന്നുകൊടുക്കാതെ ഒരു അദൃശ്യ ശക്തിക്കും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. ആ ക്ലിക്ക് ചെയ്യുക എന്നത് നമ്മുടെ ഭയമാണ്, നമ്മുടെ നെഗറ്റീവ് വികാരങ്ങളാണ്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. നെഗറ്റീവ് വികാരങ്ങളാണ് ഇതിലേക്കുള്ള വാതിലെങ്കിൽ സാധാരണ എല്ലാവർക്കും ദേഷ്യവും സങ്കടവും ഭയവും ഒക്കെ വരാറില്ലേ? അതെ, വരാറുണ്ട്. അത് മനുഷ്യസഹജമല്ലേ? പിന്നെ ഏത് തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇത്തരം ബാധകൾ ശരിക്കും അപകടകരമാകുന്നത്? എപ്പോഴാണ് നമ്മുടെ ആ സിസ്റ്റം ശരിക്കും തകരാറിലാകുന്നത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ സങ്കടങ്ങളോ ദേഷ്യമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ നിരന്തരമായി നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുമ്പോഴോ വിട്ടുമാറാത്ത ദേഷ്യവും അതിയായ സങ്കടവും കൊണ്ട് മനസ്സ് നിറയുമ്പോഴോ ആണ് ആ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നത്. അതായത് ക്രോണിക്കായ നെഗറ്റിവിറ്റി. അതെ, വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം 15-ാം വചനത്തിലും അതുപോലെ 38-ാം അധ്യായം 41-ാം വചനത്തിലും കോപവും സങ്കടവും എങ്ങനെയാണ് അദൃശ്യശക്തികൾക്ക് പ്രവർത്തിക്കാനുള്ള ഇടമൊരുക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു വീടിന്റെയോ കുടുംബത്തിന്റെയോ അന്തരീക്ഷം ഇതിൽ വളരെ പ്രധാനമാണ് കേട്ടോ. വീടിന്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ സ്നേഹവും കരുണയുമില്ലാത്ത, വെറുപ്പും വിദ്വേഷവും മാത്രം നിറഞ്ഞ ബന്ധങ്ങളിൽ ഇത്തരം നെഗറ്റിവിറ്റി പെട്ടെന്ന് പടരും. ആ ഖുറാനിലെ ആ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സ്രോതസ്സുകളിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്.
ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വിടവ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച്. അതെ. അതായത് ഒരു വീട്ടിലെ അന്തരീക്ഷം അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടല്ലേ? അതെ. ഖുർആനിലെ 2-ാം അധ്യായം 102-ാം വചനത്തില് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പരസ്പരമുള്ള വിദ്വേഷവും സംശയവും അവിടെ വലിയൊരു അവസരമായി മാറുകയാണ്. ഓഹോ. നമ്മുടെ സ്രോതസ്സുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചിട്ടുള്ള 100-ലധികം ഇത്തരം കേസുകൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ കേസുകളിലെല്ലാം കാണുന്നൊരു പൊതുവായ പാറ്റേണുണ്ട്. എന്താണത്? അതായത് നന്ദിയും പ്രതീക്ഷയുമില്ലാത്ത, പകരം അത്യാഗ്രഹവും അസൂയയും കുറ്റപ്പെടുത്തലുകളും മാത്രം നിറഞ്ഞ വീടുകളിലാണ് ഇത്തരം അദൃശ്യ ഇടപെടലുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാത്ത, എപ്പോഴും വഴക്കിടുന്ന ഒരു വീട് സങ്കൽപ്പിച്ചു നോക്കൂ. ആ വീട്ടിലെ അന്തരീക്ഷം തന്നെ ഭാരമുള്ളതായിരിക്കില്ലേ? അവിടെയാണ് ഈ ശക്തികൾക്ക് വളരാനുള്ള അനുകൂല സാഹചര്യം ഒരുങ്ങുന്നത്. ആ ഭാരമുള്ള അന്തരീക്ഷമെന്ന് നിങ്ങൾ പറഞ്ഞത് എന്നെ അടുത്തൊരു വലിയ ചോദ്യത്തിലേക്ക് നയിക്കുകയാണ്. എന്താണ്? ഈ സ്രോതസ്സുകളിലൂടെ പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഇതിന്റെ പിന്നിലെ സയൻസ് അല്ലെങ്കിൽ ഒരുതരം സ്പിരിച്വൽ ഫിസിക്സാണ്. സ്പിരിച്വൽ ഫിസിക്സും. നമ്മുടെ ഉള്ളിലെ ഈ നെഗറ്റീവ് വികാരങ്ങൾ എങ്ങനെയാണ് പുറത്തുള്ള അദൃശ്യ ശക്തികളുമായി കണക്റ്റാകുന്നത്? അതായത്, ഞാൻ ഉള്ളിൽ ദേഷ്യപ്പെടുന്നു, പുറത്തൊരു അദൃശ്യ ശക്തിയുണ്ട്. ഇവർ തമ്മിൽ എങ്ങനെയാണ് ആശയവിനിമയം നടക്കുന്നത്? അത് മനസ്സിലാക്കാൻ നമ്മൾ ഊർജ്ജതന്ത്രത്തെയും ആത്മീയതയെയും ഒന്നിച്ചു ചേർത്ത് വെക്കണം. എങ്ങനെ? മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന എല്ലാ വികാരങ്ങളും, അത് പോസിറ്റീവായാലും ശരി നെഗറ്റീവായാലും ശരി, വെറും ഒരു തോന്നലല്ല. അവ ഒരു തരം എനർജിയാണ്, അഥവാ ഊർജമാണ്. ഓക്കേ. ആ ഇടങ്ങളിൽ പതിയുകയും ചെയ്യുന്നു. ഓ, അതായത് ഒരു വൈബ് പോലെ. അതെ. ഇസ്ലാം ഈ പോസിറ്റീവ് ഊർജത്തെ നൂർ അഥവാ പ്രകാശമെന്നും നെഗറ്റീവ് ഊർജത്തെ ദുലുമാത്ത് അഥവാ ഇരുട്ട് എന്നും വിളിക്കുന്നു. ഖുറാൻ 2-ാം അധ്യായം 257-ാം വചനത്തിൽ ഇത് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. നൂർ, പിന്നെ ദുലുമാത്ത്. അതെ. ശക്തമായ നെഗറ്റീവ് വികാരങ്ങൾ, അതായത് ദേഷ്യവും അസൂയയും സങ്കടവും തുടർച്ചയായി ഒരു മുറിയിൽ പ്രസരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ദുലുമാത്ത് എന്ന ഈ നെഗറ്റീവ് ഊർജം നിറയുന്നു. അദൃശ്യ ശക്തികൾക്ക് ഈ ഇരുട്ട് നിറഞ്ഞ ഇടങ്ങളിലേക്ക് സ്വാഭാവികമായും ആകർഷിക്കപ്പെടാൻ കഴിയും. അപ്പോൾ ഇവിടെ ഞാനൊരു വലിയ സംശയം ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. ചോദിക്കൂ. നമ്മൾ ഈ സൈക്കോകിനസിസ്, പിന്നെ പോൾട്ടർഗീസ്റ്റ് പോലെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് കേൾക്കാറില്ലേ? സാധനങ്ങൾ തനിയെ പറന്നു പോകുന്നു, വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു എന്നൊക്കെ. അതെ, ധാരാളം കേൾക്കാറുണ്ട്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഊർജം വെച്ച് ഒരു കസേരയ്ക്ക് തനിയെ നീങ്ങാനോ അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തിക്ക് ഫിസിക്കലായി സാധനങ്ങൾ എടുത്തെറിയാനോ കഴിയുമോ? അതിലെന്ത് ലോജിക്കാണുള്ളത്? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഒരു അദൃശ്യ ശക്തി വന്ന് അവരുടെ കൈകൊണ്ട് ആ കസേര എടുത്തു മാറ്റുന്നു എന്നാണ്. അതെ, നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല നടക്കുന്നത്. ആത്മാക്കൾക്കോ അദൃശ്യ ശക്തികൾക്കോ ഭൗതിക ലോകത്ത് നേരിട്ട് ഒരു വസ്തുവിനെയും അനക്കാൻ കഴിയില്ല. അവർക്ക് അതിനുള്ള കരുത്തില്ല. ആണോ? പിന്നെങ്ങനെ ഈ സാധനങ്ങൾ അനങ്ങുന്നു? അവിടെയാണ് മനുഷ്യർ പ്രസരിപ്പിക്കുന്ന ഈ നെഗറ്റീവ് ഊർജത്തിന്റെ പങ്ക് വരുന്നത്. അതായത് അവർ നമ്മുടെ എനർജിയാണോ ഉപയോഗിക്കുന്നത്? അതെ. ഒരു വ്യക്തി അതികഠിനമായി ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ സങ്കടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ നെഗറ്റീവ് എനർജി അവിടെ ഒരു വലിയ ബാറ്ററി പോലെ പ്രവർത്തിക്കുകയാണ്. ഓ മൈ ഗോഡ്. ആ ബാഹ്യശക്തികൾ സ്വന്തം ശക്തി ഉപയോഗിച്ചല്ല സാധനങ്ങൾ വലിച്ചെറിയുന്നത്. മറിച്ച് നിങ്ങളവിടെ ഉപേക്ഷിച്ച നിങ്ങളുടെ തന്നെ ആ കോപത്തിന്റെയോ ഭയത്തിന്റെയോ ബാറ്ററി ഉപയോഗിച്ചാണ് അവരത് ചെയ്യുന്നത്. വാവ്, അതൊരു വലിയ വെളിപ്പെടുത്തലാണ്. അതായത് ഒരു അദൃശ്യ ശക്തി വെറുതെ വന്ന് സാധനങ്ങൾ വലിച്ചെറിയുകയല്ല, അവർക്ക് സ്വന്തമായി അതിനുള്ള കഴിവില്ല. ഇല്ല. നമ്മുടെ നെഗറ്റീവ് എനർജി അവിടെ ഒരു ഇന്ധനം പോലെ കൊണ്ടുപോയി വെച്ചുകൊടുക്കുന്നു. അവർ ആ ഇന്ധനം ഉപയോഗിച്ച് നമ്മളെ തന്നെ പേടിപ്പിക്കുന്നു. കറക്റ്റ്. നമ്മൾ നൽകിയ ആയുധം കൊണ്ട് അവർ നമ്മളെ ആക്രമിക്കുന്നു, അല്ലേ? കൃത്യം. നിങ്ങളവിടെ ആ നെഗറ്റീവ് ഊർജം ഉപേക്ഷിച്ചില്ലെങ്കിൽ അവർക്കവിടെ പ്രവർത്തിക്കാൻ യാതൊരു ഇന്ധനവുമില്ല. ഒരു ശൂന്യമായ മുറിയിൽ അവർക്ക് ഒരു കടലാസ് കഷ്ണം പോലും അനക്കാൻ കഴിയില്ല. നിങ്ങളുടെ കോപമോ പകയോ ഭയമോ ആണ് അവർക്ക് ഭൗതിക ലോകത്ത് പ്രവർത്തിക്കാനുള്ള പാലമായി മാറുന്നത്. ഇത് ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അദൃശ്യ ശക്തികൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവർ നമ്മുടെ നെഗറ്റീവ് ഊർജത്തെയാണ് ആശ്രയിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. അതെ. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഇതിനെ മനഃപൂർവ്വം ഒരു ആയുധമാക്കിയാൽ എന്ത് സംഭവിക്കും? അതായത്
അതായത് ഒരാൾ ഈ അദൃശ്യ ശക്തികളെ ഉപയോഗിച്ച് മറ്റൊരാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നമ്മൾ ദുർമന്ത്രവാദം അഥവാ ബ്ലാക്ക് മാജിക്കിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. ഈ സ്രോതസ്സുകൾ ബ്ലാക്ക് മാജിക്കിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ദുർമന്ത്രവാദത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒട്ടുമിക്ക നിഗൂഢതകളും ഭയവും ഈ ഒരു പോയിന്റിൽ ഇല്ലാതാവും കേട്ടോ. എന്താണ് യഥാർത്ഥത്തിൽ ദുർമന്ത്രവാദമെന്ന് പലർക്കും അറിയില്ല. ആളുകൾ വിചാരിക്കുന്നത് എന്തോ പച്ചമരുന്നുകൾ കൂട്ടിയരച്ചോ അല്ലെങ്കിൽ ചില വാക്കുകൾ ഉരുവിയിട്ടോ ഒരാളെ തകർക്കാൻ കഴിയുമെന്നാണ്. അതെ, നമ്മൾ സിനിമകളിലൊക്കെ അങ്ങനെയാണല്ലോ കാണാറ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. മനുഷ്യരുടെ ചിന്തകളിലെയും വികാരങ്ങളിലെയും നെഗറ്റിവിറ്റിയെ പരസ്പരം ബന്ധിപ്പിച്ച് അദൃശ്യ ശക്തികളെ സ്വാധീനിക്കുകയും ആ ശക്തികളെ ഒരു പ്രത്യേക വ്യക്തിക്ക് നേരെ തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. ഓഹോ! ഇതിനെ ഇമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് വിളിക്കാം. സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ വികാരങ്ങൾ കൈമാറുന്നതിലൂടെയോ ഇത് മറ്റൊരാളിലേക്ക് ചേർക്കാൻ സാധിക്കും. ഒരു നിമിഷം, അപ്പോൾ ഒരാൾക്ക് എന്നെ വെറുതെ വീട്ടിലിരുന്ന് ദുർമന്ത്രവാദം ചെയ്ത് നശിപ്പിക്കാൻ കഴിയുമോ? അത് വളരെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണല്ലോ. അവിടെയാണ് ഏറ്റവും വലിയ രഹസ്യമിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൊളുത്തോർമ്മയുണ്ടോ? ഈ ഇമോഷണൽ ട്രാൻസ്ഫറൻസ് പ്രവർത്തിക്കണമെങ്കിൽ അത് സ്വീകരിക്കുന്ന ആളുടെ ഉള്ളിൽ അതിന് പറ്റിപ്പിടിക്കാൻ പാകത്തിൽ എന്തെങ്കിലും വേണം. അതായത് ദുർമന്ത്രവാദം ചെയ്യുന്ന ആൾ അയക്കുന്ന ആ നെഗറ്റിവിറ്റി നിങ്ങളിൽ വന്ന് ചേരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ദുലുമാത്ത് എന്ന ആ നെഗറ്റീവ് ഊർജം ഉണ്ടായിരിക്കണം. ആ വെൽക്രോ പോലെയല്ലേ അത്? ഒരു വശത്ത് കുളുത്തുകളുണ്ടാകും, മറുവശത്ത് അതിൽ ഉടക്കാൻ പാകത്തിൽ ചെറിയ നൂലുകളുമുണ്ടാകും. അതെ അതെ. ദുർമന്ത്രവാദം ആ കുളുത്തുകളാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഭയവും ദേഷ്യവും നെഗറ്റിവിറ്റിയുമാണ് അതിനെ പിടിച്ചു നിർത്തുന്ന ആ നൂലുകൾ. വളരെ മനോഹരമായൊരു ഉദാഹരണമാണത്. നിങ്ങൾ പോസിറ്റീവ് എനർജിയാൽ, അതായത് 100 കൊണ്ട് നിറഞ്ഞൊരു മനസ്സോടെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മേൽ ആ വെൽക്രോയ്ക്ക് പിടിക്കാൻ കഴിയില്ല. അതായത് അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെ. ഒരാള് നിങ്ങൾക്ക് നേരെ എത്ര വലിയ മന്ത്രവാദം ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ അതിനെ പറ്റിപ്പിടിക്കാനുള്ള നെഗറ്റിവിറ്റിയുടെ കാൽപ്പാടുകളില്ലെങ്കിൽ അത് നിങ്ങളെ ഒട്ടും ബാധിക്കില്ല. ദുർമന്ത്രവാദത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഏക ആശ്രയം നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയാണ്. നിങ്ങൾ അത് പുറപ്പെടുവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല. ചുരുക്കത്തിൽ നിങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും നിങ്ങളുടെ തന്നെ കൈകളിലാണ്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും വലിയൊരു ആശ്വാസവും അതോടൊപ്പം ആത്മവിശ്വാസവും നൽകുന്ന കാര്യമാണിത്. അപ്പോൾ ഈ വലിയ ചർച്ചയുടെ കാതൽ നമുക്കൊന്ന് ചുരുക്കി പറയാം. തീർച്ചയായും. കാലങ്ങളായി ഹൊറർ സിനിമകളിലൂടെയും കഥകളിലൂടെയും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ജിന്നുബാധയോ മാരണങ്ങളോ ദുർമന്ത്രവാദങ്ങളോ ഒന്നും പുറത്തുനിന്നു വന്ന് നമ്മെ കീഴ്പ്പെടുത്തുന്ന ഭയാനകരായ രാക്ഷസന്മാരല്ല. അല്ലവേ അല്ല. അവ അടിസ്ഥാനപരമായി നമ്മുടെ തന്നെ ചിന്തകളെയും വികാരങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന വെറും പരാതങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെങ്കിൽ നിങ്ങളിലെപ്പോഴും പോസിറ്റീവ് ഊർജം അഥവാ നൂർ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് ഒന്നിനെയും ഭയക്കേണ്ടതില്ല. കറക്റ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സ്മാർട്ട് ഹോമിന്റെ നിയന്ത്രണം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കണം. വികാരങ്ങളാകുന്ന ആ ജനലുകൾ നമ്മൾ പൂർണ്ണ ബോധ്യത്തോടെയും ശ്രദ്ധയോടെയും മാത്രം കൈകാര്യം ചെയ്യുക. അതെ. കാലിനെ ശാസ്ത്രീയമായും ആത്മീയമായും ഒരുമിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ അടിസ്ഥാനമില്ലാത്ത ആ ഭയമില്ലാതാകുന്നത്. ഇരുട്ടിനെ ഭയപ്പെടുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഉള്ളിൽ പ്രകാശം നിറയ്ക്കുകയെന്നതാണ്. ശരിയാ. നമുക്ക് ചുറ്റും എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ സ്വന്തം പോസിറ്റിവിറ്റി തന്നെയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷകർ. തീർച്ചയായും. ഈ സ്രോതസ്സുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ വിശദമായ അന്വേഷണത്തിൽ നമ്മളോടൊപ്പം പങ്കുചേർന്നതിന് നിങ്ങൾക്ക് ഒത്തിരി നന്ദി. ജിന്നുബാധയെയും ദുർമന്ത്രവാദത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ പല സംശയങ്ങൾക്കും ശാസ്ത്രീയവും ആത്മീയവുമായ ഒരു ഉത്തരം ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അതെ. എന്നാൽ അവസാനിക്കുന്നതിനു മുൻപ് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനായി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ സംസാരിച്ചതുപോലെ നമ്മുടെ ഓരോ നെഗറ്റീവ് വികാരങ്ങൾക്കും ശരിക്കും ഒരു മുറിയിൽ ഇരുട്ടിന്റെ അദൃശ്യമായ അടയാളങ്ങൾ, ആ ദുലുമാത്ത് അവശേഷിപ്പിക്കാനും ബാഹ്യശക്തികളെ അവിടേക്ക് ആകർഷിക്കാനും കഴിയുമെങ്കിൽ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. ഈ നിമിഷം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ അവശേഷിപ്പിക്കുന്ന വികാരങ്ങളുടെ കാൽപ്പാടുകൾ എന്തായിരിക്കും? അവിടെ പ്രകാശമാണോ അതോ ഇരുട്ടാണോ നിങ്ങൾ ബാക്കി വയ്ക്കുന്നത്? ചിന്തിക്കുക. വീണ്ടും കാണാം.
കൂടെയുണ്ടായതിന് നന്ദി.